കണ്ണൂർ ജില്ലയിൽ മാത്രം കൊല ചെയ്യപ്പെട്ട RSSകാരാൽ കൊല ചെയ്യപ്പെട്ട നിരവധി രക്തസാക്ഷികളുണ്ട്. 218 പേരാണ് കേരളത്തിൽ ആകെ കൊല ചെയ്യപ്പെട്ടവർ. അത് RSSകാർ ആക്രമിച്ച് കൊലപ്പെടുത്തിയവർ. RSS ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ എതിരാളികൾ കൊലപ്പെടുത്തിയത് 596 പേരെയാണ്. ഈ 596 പേരിൽ 218 പേർ RSSകാർ കൊലപ്പെടുത്തിയതാണ്. RSSകാർ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്ന 2016 ശേഷമുള്ള 10 വർഷത്തിനിടയിൽ കൊലപ്പെടുത്തിയത് 18 പേരെയാണ്. അവരുമായി ഇടതുപക്ഷം കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് പറയാൻ കണ്ടാമൃഗത്തേക്കാൾ ചർമ്മബലമുള്ള സതീശനല്ലാതെ മറ്റാർക്കും കഴിയില്ല. RSSകാർ കൊലപ്പെടുത്താനായി കാത്തിരിക്കുന്ന കൂട്ടത്തിലായിരുന്നു പിണറായി വിജയൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പിണറായി വിജയനെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് അന്ന് RSSകാരായ 2 ഗുണ്ടകളെ ആയുധവും പണവും നൽകി പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൊലപ്പെടുത്താൻ നിയോഗിച്ചത്. അന്ന് പിണറായി വിജയൻ്റെ യാത്രാ റൂട്ട് മാറ്റി. അതിനെ തുടർന്ന് EP ജയരാജൻ ഇരയായി. ഇപ്പോഴും വെടിയുണ്ടയുടെ അംശങ്ങൾ അദ്ദേഹം കഴുത്തിൻ്റെ സമീപത്ത് വഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് അന്ന് ഏറ്റവും ആദ്യം ആ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി മതമൈത്രി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി തലശ്ശേരിയിൽ പോയ കൂട്ടത്തിൽ പിണറായി വിജയനും പാട്ട്യൻ രാജനും അന്നത്തെ MLA രാജു മാസ്റ്ററും അടക്കമുണ്ടായിരുന്നു. അവർ തലശ്ശേരിയിൽ അക്കാലത്തെ പ്രധാന നേതാവ് TC ഉമ്മറോടൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് അക്രമശ്രമം ഉണ്ടായത്. അന്ന് ജനസംഘമാണ്. TC ഉമ്മർ ഇവർ സഞ്ചരിച്ച വണ്ടിയിൽ കയറാൻ നോക്കുമ്പോൾ അടാ മാപ്പളി അതാ പോകുന്നു എന്നായിരുന്നു ജനസംഘത്തിൻ്റെ ആർത്തുവിളി. അതിനെക്കുറിച്ച് ആ തലശ്ശേരി കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചത് ആരെന്ന് വ്യക്തമാക്കുന്ന വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 92-ാം പേജാണിത്. 220-ാം പാരഗ്രാഫിൽ അതിൻ്റെ അവസാനം, ഇറ്റ് ഈസ് ആൾസോ ഇൻ എവിഡൻസ് ദാറ്റ് മാർക്സിസ്റ്റ് വർക്കേഴ്സ് വെന്റ് ഇൻ എ കാർ വിത്ത് പാർട്ടി ഫ്ലാഗ് on the 29th evening and advised people to stop the rioting. കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി ജനങ്ങളോട് കൊടികെട്ടിയ കാറിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ മാത്രമാണ് സഞ്ചരിച്ചത് എന്നത് രേഖകൾ സഹിതം ജസ്റ്റിസ് വിധേയത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ പ്രസക്തമായ ഭാഗമാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്. RSSകാർ കൊലപ്പെടുത്തിയ ആദ്യത്തെ രക്തസാക്ഷി UK കുഞ്ഞിരാമനായിരുന്നു. UK കുഞ്ഞിരാമനെ RSSകാർ കൊലപ്പെടുത്താനുള്ള കാരണം അദ്ദേഹം മെരുവമ്പായി പള്ളിക്ക് കാവൽ നിന്നതാണ്. അന്ന് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ പാർട്ടി പ്രവർത്തകന്മാർ രംഗത്തിറങ്ങണം. അന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാമായിരുന്നു ചില പ്രദേശങ്ങളിൽ RSSകാർ മുസ്ലിങ്ങളുടെ പള്ളി തകർക്കാനുള്ള നീക്കം നടത്തുന്നുണ്ടെന്ന്. പള്ളി തകർത്താൽ ക്ഷേത്രം തകർക്കപ്പെടും. ഒരാരാധനാലയവും തകർത്തുകൂടാ എന്നതുകൊണ്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ആഹ്വാനമനുസരിച്ച് UK കുഞ്ഞിരാമൻ പള്ളിക്ക് കാവൽ നിന്നത്.
3 ദിവസം ഉറക്കമൊടിഞ്ഞ് കാവൽ കിടന്നതിന് ശേഷം കുഞ്ഞിരാമൻ വീട്ടിലേക്ക് പോയി കുളിച്ചു വസ്ത്രം മാറി വരാമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞ് പോകുമ്പോഴാണ് അദ്ദേഹത്തെ പതിയിരുന്ന RSSകാർ കുത്തിക്കൊലപ്പെടുത്തിയത്. അത്തരമൊരു പാർട്ടി RSSുമായോ BJPയുമായോ 4 സീറ്റിനു വേണ്ടിയോ കുറച്ച് വോട്ടിനു വേണ്ടിയോ ധാരണയുണ്ടാക്കുമോ? VD സതീശൻ്റെ ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുക തന്നെ ചെയ്യും. കോൺഗ്രസ് വിട്ടവരുടെ പ്രധാന നേതാക്കളുടെ പട്ടികയാണിത്. BJPയിലേക്ക് പോയ മുൻ മുഖ്യമന്ത്രിമാർ അശോക് ചവാൻ, അമരീന്ദർ സിംഗ്, ദിഗംബർ കാമത്ത്, SM കൃഷ്ണ, വിജയ് ബഹുഗുണ, കിരൺകുമാർ റെഡ്ഡി, ND തിവാരി, ജഗദംബിക പാൽ, പേമബ് ഗണ്ടു, നാരായൺ റാണെ, ഗിരിധർ ഗമാങ്. എത്ര മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് വിട്ട് പോവുകയാണ്. ഇപ്പൊ വന്നിട്ടുള്ള വാർത്ത എന്താ? ബീഹാറിൽ കോൺഗ്രസിനുള്ള എല്ലാ MLAമാരും BJPയിലേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നാണ്. ക്യൂവിലാണ് അവർ. അടുത്തത് ബീഹാറാണ്.